A2Z ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചുള്ള ട്യൂബ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ പോയി കാണണം. ഒരേ അളവിൽ തന്നെ ആയിരിക്കണം എല്ലാ പേപ്പറും ചുറ്റിയെടുക്കേണ്ടത്. ഇതേപോലത്തെ 6 ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. പേപ്പറിൻ്റെ 6 ട്യൂബ് നേരെ വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും 6 ട്യൂബ് വെച്ച് കൊടുക്കാം. അതിന് മുമ്പിട്ട് ഇതേപോലെ നടുഭാഗത്തായിട്ട് ഇതേപോലെ പശ തേച്ച് കൊടുക്കണം. ഇനി അതിന് മുകളിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലത്തെ ഒരു വെയിറ്റും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. നല്ലപോലെ തന്നെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ഇതേപോലത്തെ 2 ട്യൂബും കൂടെ നമുക്ക് ഇതേപോലെ എടുക്കാം. ഇതേപോലെ അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വേണം മടക്കാൻ. ഇതേപോലെ മുനയായിട്ട് വേണം മടക്കിയെടുക്കാൻ. എങ്കിൽ മാത്രമേ മറ്റൊരു ട്യൂബിലോട്ട് നമുക്ക് കയറ്റി കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ തന്നെ പശ തേച്ച് കൊടുക്കാം. പിരിച്ച് വേണം അത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാൻ. ഇനി ഇതേപോലെ ഒടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ കയറ്റിയ ഭാഗം വെച്ച് തന്നെ ഇതേപോലെ ഒടിച്ചെടുക്കാം. ഇങ്ങനെ വേണം കയറ്റി വെക്കേണ്ടത്. നല്ല അടുപ്പിച്ച് തന്നെ കയറ്റി വെക്കണം. മുകളിൽ വന്ന ട്യൂബാണ് താഴെ കൂടെ വലിച്ച് ഇങ്ങനെ ആക്കേണ്ടത്. മറ്റേ ട്യൂബ് മുകളിൽ കൂടെയും. വീണ്ടും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇതിനു മുമ്പോട്ടുള്ള വീഡിയോയിലും ഇത് കാണിച്ചിട്ടുള്ളതാണ്. മുകളിൽ വരുന്ന ട്യൂബ് താഴെ കൂടെയും താഴെ വരുന്ന ട്യൂബ് മുകളിൽ കൂടെയുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ നല്ല പ്രസ് ചെയ്ത് പിടിച്ച് വേണം പോകാൻ. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന ട്യൂബ് ഇതേപോലെ തീർന്നു പോകുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് തന്നെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മുനയാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ തൊട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. പശ തേച്ച് തന്നെ വേണം അതിനുള്ളിലേക്ക് കയറ്റി വെക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഊരിപ്പോള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും പശ തേച്ചേക്കണം. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 3 തവണ ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചുറ്റിയിലോട്ട് 3 തവണ. ഇനി ചുറ്റുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കാണണം. 6 ഭാഗം നമ്മൾ രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ 3 2 വീതം സെപ്പറേറ്റ് ചെയ്ത് ഇതേപോലെ ആക്കണം. ഇതേപോലെയാണ് ചുറ്റേണ്ടത്. ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും. എന്നിട്ട് അതിനുള്ളിൽ കയറ്റി വെച്ചിട്ട് വീണ്ടും നമ്മൾ അതേപോലെ ഒന്ന് പിരിച്ചെടുക്കണം. ചുറ്റാൻ ഉപയോഗിക്കുന്ന 2 പീസും ഇതേപോലെ വീണ്ടും ആ പിരിച്ചതിനകത്തോട്ട് വേണം നമ്മൾ ആ പീസ് കയറ്റി വെക്കേണ്ടത്. ഇതും നല്ല പ്രസ് ചെയ്ത് പിടിച്ച് തന്നെ ചെയ്യണം. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നോക്കണം. ഒരേ രീതിയിൽ തന്നെ ചുറ്റിപ്പോവാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ നല്ല പ്രസ് ചെയ്ത് അടുപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറഞ്ഞത് ആഴ്ചയിൽ ഞാനൊരു 3 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഇത് ഏകദേശം ഞാനൊരു 7 തവണ അതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മുതൽ നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്യുവാണ്. 2 എന്നുള്ളത് 1 1 സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും അതിൽ ഓരോന്നിലും ഇത് അതേപോലെ തന്നെ വീണ്ടും ചുറ്റി അതേപോലെ തന്നെ പോവുകയാണ്. ഒരു പീസും വിട്ടു പോകാതെ എല്ലാ പീസും സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചെയ്തു പോകണം. ഇത് നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. എത്രയും വലിപ്പമാണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഇത്രയും വലിപ്പത്തിനാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ്ട് ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇതേപോലൊരു പേപ്പർ ട്യൂബ് ഉപയോഗിച്ച് ഒരു കാല് അതിനകത്തൂടെ കയറ്റി ഇങ്ങനെ താഴോട്ടാക്കുന്നുണ്ട്. മറ്റൊരു കാലിൻ്റെ അടിഭാഗത്തോട്ടാണ് ആക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ച് മേപ്പോട്ട് പൊക്കണം. വീണ്ടും എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ട്യൂബ് അടുത്ത കാലിലോട്ടാണ് പോകുന്നത്. ഒന്നുകൂടെ അത് കാണിച്ചു തരാം. ഇതേപോലെ അടിയിലോട്ട് ഞാനൊരു പീസ് അല്ലാതെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് തൊട്ട് അടുത്തുള്ള പീസിൻ്റെ അടിയിൽ കൂടെ കയറ്റി ഇതേപോലെ അടിയിൽ കൂടെ കയറ്റി ഇതേപോലെ പിരിച്ച് മുകളിലേക്ക് ഇതേപോലെ പൊക്കുവാണ്. ഇപ്പോൾ താഴോട്ടിരിക്കുന്ന ഈ ഒരു പീസാണ് വീണ്ടും അടുത്തതിനകത്തോട്ട് നമ്മൾ ചുറ്റുന്നത്. ഇതേപോലെ ചുറ്റി മേപ്പോട്ട് പൊക്കുക. ഇപ്പോൾ നമ്മൾ താപ്പോട്ടാക്കിയ പീസാണ് വീണ്ടും അടുത്തതിലോട്ട് ചുറ്റേണ്ടത്. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള പീസുകളും നമുക്ക് ചുറ്റിയെടുക്കാം. ഈ ഭാഗം എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം വെച്ച ആ ട്യൂബ് അതങ്ങ് ഊരി മാറ്റുക. എന്നിട്ട് അതിനുള്ളിൽ കൂടി കയറ്റി ഇതേപോലെ മുകളിലേക്ക് പൊക്കുക. ഇത് മുഴുവൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചുറ്റിയ പോലെ തന്നെ വീണ്ടും നേരെ വെച്ച് ഇതേപോലെ അതിൻ്റെ മുകളിൽ കൂടി ചുറ്റിയെടുക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെ തന്നെ ചുറ്റിയെടുക്കാം. ഒരുപാട് വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഷേപ്പ് ചിലപ്പോൾ മാറിപ്പോവും. ഒരു ചെറിയൊരു ടൈറ്റിൽ പിടിച്ച് ചെയ്തു പോവുക. ചെയ്യുമ്പോൾ എപ്പോഴും പുറത്തേക്ക് പോകുന്ന രീതിയിൽ ചെയ്യുക. ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് പുറത്തേക്ക് പോകുന്ന രീതിയിൽ പിടിച്ച് ചെയ്യുക. ഇത്രയും ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുറത്തോട്ട് വേണം ആക്കി വേണം ചെയ്യാൻ. ഇതേപോലെ ഒടിച്ച് വേണം ചെയ്യാൻ. ഓരോ കാലും ഇതേപോലെ ഒടിച്ച് ചെയ്യാൻ. നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന് എത്ര പൊക്കം വേണോ അതനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് കൂട്ടിയെടുക്കാം. ഇനി ഓരോ കാലും ഈ ഒരു അളവിന് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ചുറ്റാനുള്ള ആ ഒരു നീളത്തിൽ കട്ട് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം പശയും കൂടെ തേച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് അതേപോലെ ചുറ്റിയെടുക്കാം. ഈ വട്ടം ചുറ്റുമ്പോൾ തള്ളവെള്ളം കൊണ്ട് നല്ല പ്രസ് ചെയ്ത് പിടിച്ച് ചുറ്റാം. ഇതേപോലെ
ഇതാ ഈ ഒരു രീതി കിട്ടും. ഇനി നമ്മൾ ചുറ്റാൻ ഉപയോഗിച്ച ആ 2 ട്യൂബും നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഒരെണ്ണം ദാ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം മറ്റേ ട്യൂബ് അതിന് മുകളിൽ കൂടി ദാ ഇതേപോലെ എടുക്കുക. ദാ ഈ ഭാഗത്തൊരു ഗ്യാപ്പുണ്ട്. നേരത്തെ ഇരുന്ന കാലിൻ്റെ ആ ഒരു സൈഡിൽ ദാ ഇതേപോലെ ഒരു ഗ്യാപ്പ് ആക്കി കൊടുക്കുക. ഇനി ആ ട്യൂബിലേക്ക് നമുക്ക് നല്ലപോലെ പശ തേച്ച് കൊടുക്കാം. നല്ലപോലെ തന്നെ പശ തേച്ച് കൊടുക്കാം. ഇനി ആ ഗ്യാപ്പിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലൊരു ചെറിയ കമ്പി ഉപയോഗിച്ച് നമുക്കത് അതിനുള്ളിലേക്ക് നല്ലപോലെ ഇറക്കി കൊടുക്കാം. വീണ്ടും കുറച്ച് പശ കൂടെ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു അടപ്പും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്കതിന് മുകളിൽ വെച്ച് നോക്കാം എത്രത്തോളം വരുന്നുണ്ടെന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ആ പാത്രത്തിനെക്കാട്ടും കുറച്ചും കൂടെ വീതി മതി ഇതിന്. ഇത്ര എടുത്തിട്ടുള്ളൂ ഞാൻ. കുറച്ചും കൂടെ അതിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കണം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കാലുകൾ മേപ്പോട്ട് ചുറ്റി ഇതുപോലെ പൊക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കാലുകളൊക്കെ. ഞാൻ ഇത്രയും പൊക്കമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് അതിൻ്റെ പൊക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതും അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഒരു വ്യത്യാസവുമില്ല. അടപ്പും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പെയിൻറ്റ് ചെയ്യുക. വാൾ പെയിൻറ്റോ ഇനാമലോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ അടിക്കുമ്പോൾ നല്ലപോലെ കുത്തി ഇറക്കി തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ ഇരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം.